പേരും പ്രശസ്തിയും വരുമ്പോൾ നമ്മൾ കൂടെയുള്ളവരൊക്കെ ഉപേക്ഷിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ നടന്ന വഴികളൊക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ചിന്ത അങ്ങനെയാണ്. ഒരു അധികാരം കിട്ടി, അല്ലെങ്കിൽ ഒരു പേരുണ്ടായി, പിന്നെ എന്നെ പ്രോത്സാഹിപ്പിച്ചവരും എന്നെ വഴി നടത്തിയവരൊക്കെ നമ്മൾ മറന്നു പോകും. അവരെ നന്ദിയോടുകൂടി ഓർക്കുക പോലുമില്ല. ആ എത്തുന്നത് വരെയാണ് നമുക്ക് അവരെ ആവശ്യം. എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ എങ്ങനെയാ വന്നത് എന്നാരും ചിന്തിക്കാറില്ല. കയറിപ്പോയ കോണിപ്പടികളൊക്കെ ഊരിക്കളഞ്ഞിട്ടാണ് മുകളിലേക്ക് പോകുന്നത് എങ്കിൽ അവന്റെ വീഴ്ച ഏറ്റവും വലുതായിരിക്കും. യോഹന്നാനെന്ന് നമ്മളെ കാണിച്ചു തരുന്ന വലിയൊരു മാതൃക, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവൻ. ഞാൻ എന്തിനാണ് വന്നത്? എന്റെ ദൈവത്തിന് സാക്ഷ്യം നൽകാൻ. ആ ദൈവത്തിന് വേണ്ടി, ദൈവത്തെ മറ്റുള്ളവർ കൊടുക്കാൻ വേണ്ടി വന്ന, എന്നെ കൊടുക്കാൻ വേണ്ടി വന്നതല്ല. അതെനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. എന്റെ പിന്നാലെ വരുന്നവരെ അംഗീകരിക്കുവാനും, എനിക്ക് നന്മകളായവരെയും വേദനകൾ നിമിഷങ്ങളിൽ എനിക്ക് ആശ്വാസമായവരെയൊക്കെ വലിച്ചെറിയുന്ന വ്യക്തികളായിട്ട് മാറരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യമായിട്ട് എൻ്റെ മാതാപിതാക്കളാണ്. ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇനി അപ്പനും അമ്മയൊന്നും വേണ്ട, എനിക്ക് എൻ്റെ ഭാര്യയും മക്കളും മതി. അവരെ വലിച്ചെറിയുന്നൊരു സ്വഭാവം ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. പ്രായമായവരൊക്കെ ഉപേക്ഷിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ സ്വാർത്ഥതയുടെ ചട്ടക്കൂടിലേക്ക് ഇനി ആരും വേണ്ട, എനിക്കിതേ ഇത്രയും മാത്രം മതി. ഈ കുടുംബങ്ങളിലൊക്കെ സ്നാപയോഹന്നാൻ വിരൽ ചൂണ്ടുക, നിങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. പിന്നാലെ വരുന്നവരെ അംഗീകരിക്കാൻ, നിന്നെ വളർത്തിയവരെ, നിന്നെ സഹായിച്ചവരെ നന്ദിയോടുകൂടി ഓർക്കാൻ നിനക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ് നീ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട്, കഴിവുകളുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. പിന്നാലെ വരുന്നവൻ വലിയവനാണെന്ന് പറയാൻ നമ്മൾ അതിനൊരു മടി കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്കും കഴിവുണ്ടാകും, നമ്മളും പാടും, മറ്റുള്ളവരും പാടും. ആ പാട്ട് നല്ലതാണെന്ന് പറയാൻ ഒരിക്കലും നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ല. ആർക്കെങ്കിലും എന്ത് നല്ലത് കാണുമ്പോഴേക്കും, ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾക്കത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു മനസ്സില്ല എന്നുള്ളതാണ്. ആരെങ്കിലുമൊക്കെ കുറിച്ച് നല്ലത് കേൾക്കുമ്പോൾ അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് മനസ്സില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്റെ പിന്നാലെ വരുന്നവരെ അംഗീകരിക്കാൻ ഈ മാതാപിതാക്കൾ, പ്രായമായ മാതാപിതാക്കള് ഈ സ്വത്തൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെക്കും. മക്കൾക്ക് ഭാഗിച്ചു കൊടുക്കില്ല, അതിനവിടെ ഭരിച്ചു കഴിയുമ്പോൾ പിന്നെ അവർ തമ്മിൽ ഇങ്ങനെ തല്ലും ബഹളും. ആ മക്കൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടോ? ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നല്ലതായിട്ട് ചെയ്തു കൊടുക്കുവോ? ഇല്ല. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മോളെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, മോന് ഞാൻ ഒന്നും കൊടുക്കില്ല. മോൾക്കാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും കിട്ടുന്നത്. നോക്കുന്നത് ആരാ? മോനാ. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ യോഹന്നാൻ ഇന്ന് നമുക്കൊരു മാതൃകയാകട്ടെ. എൻ്റെ പിന്നാലെ വരുന്നവരെയൊക്കെ അംഗീകരിച്ച് അവരാണ് വലിയവരെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എനിക്കൊരു വിഷമവുമില്ല, എൻ്റെ ജീവിതത്തിൽ നിനക്കുള്ളതൊന്നും നഷ്ടപ്പെടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് യോഹന്നാൻ നമുക്ക് പറഞ്ഞു തരിക. ഒന്നാമതായിട്ട്, പിന്നാലെ വരുന്ന വ്യക്തികൾ, എന്നെ വളർത്തിയ വ്യക്തികൾ, എനിക്ക് എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, അത് ഞാൻ മനസ്സിലാക്കുക. രണ്ട്, പിന്നാലെ വരുന്നവരെ അംഗീകരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.